നമസ്കാരം. എയർ ഇന്ത്യ വിമാനാപകടവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ദുരൂഹതകളാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ട് ആ വിമാനം അപകടം സംഭവിച്ചു? അതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വിവരം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു അപകടത്തിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 300-നടുത്ത് ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രഞ്ജിത നായരുടെ DNA പരിശോധനകൾ കഴിഞ്ഞ് അവരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം വീട്ടിൽ സംസ്കരിക്കുകയായിരുന്നു. ജന്മനാട് അവർക്ക് വേദനയോടുകൂടിയ ഒരു യാത്രയയപ്പാണ് നൽകിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അപ്പോഴും ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നവരുടെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ അപകടം കണ്ട രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഒരു വിമാന അപകടം ഉണ്ടായത് എന്ന്. ഈ ഒരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ വിമാന അപകട ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് ടാറ്റ ഗ്രൂപ്പ് ഇപ്പോൾ 1 കോടി രൂപയൊക്കെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും എങ്ങനെയാണ് ഈ ഒരു വിമാന ദുരന്തം ഉണ്ടായത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് പൈലറ്റ് ഈ വിമാന ദുരന്തത്തിന് കാരണമാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിന് പിന്നാലെ തുടക്കത്തിൽ തന്നെ ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് പൈലറ്റ് സ്വയം ആത്മഹത്യ ചെയ്യാനായിട്ട് കണ്ടെത്തിയ ഒരു വഴിയാണ്, അതും ഇത്രയും പേരെയും കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് തീരുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്നാൽ പിന്നീട് അത് വലിയ ചർച്ചകൾക്ക് പോയില്ല. പിന്നാലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ, അദ്ദേഹം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നതിലേക്ക് കാര്യങ്ങളെത്തി. അദ്ദേഹം ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എമർജൻസി ഡോറ് തുറക്കാൻ ശ്രമിച്ചതാണോ അപകടത്തിന് കാരണം? വിശ്വാസ് കുമാർ എമർജൻസി ഡോറ് തുറന്നതാണോ അപകടം ഉണ്ടാവാൻ ഇടയാക്കിയത്? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് പോലും പിന്നീട് കാര്യങ്ങൾ നീങ്ങി. ഈ വിമാന അപകടം നടക്കുന്നതിന് മുൻപേ ഒരു കറുത്ത വസ്തു അത് ആകാശത്തിലൂടെ പറന്നു പോകുന്നതൊക്കെ പിന്നീട് വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. അതാ എമർജൻസി ഡോർ എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞു പരത്തിയത്. പക്ഷേ എമർജൻസി ഡോർ തുറക്കണമെങ്കിൽ അത്രത്തോളം അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ തുറക്കാൻ സാധിക്കൂ. അതായത് ക്യാബിൻ ക്രൂവിന് മാത്രമേ അതിൻ്റെ ലോക്ക് സംവിധാനങ്ങളൊക്കെ തന്നെ അറിയാൻ സാധിക്കൂ. സാധാരണ ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് അത് തുറക്കാൻ കഴിയില്ല എന്നുള്ള ചില വ്യോമയാന വിദഗ്ധരുടെയൊക്കെ അഭിപ്രായങ്ങൾ, അവർ തന്നെ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അനുമാനവും ദുർബലമായി പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. പിന്നീടാകട്ടെ വിശ്വാസ് കുമാറിന് ഭീകരബന്ധമുണ്ട്. വിശ്വാസ് കുമാർ ഭീകരരുമായിട്ട് അടുത്ത ബന്ധമുള്ള ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു ബ്രിട്ടീഷുകാരനാണ്. ബ്രിട്ടനിൽ ഇപ്പോൾ ഇസ്ലാം മതം വലിയ രീതിയിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ വഴി വിശ്വാസ് കുമാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ദുരൂഹമായിട്ടുള്ള ചില ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിൻ്റെ സീറ്റ് തകരാറിലായതുകൊണ്ടാണെന്നാണ് സൂചന. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അപകടം കഴിഞ്ഞ് ഏകദേശം 14-15 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രാഥമികമായി പോലും ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. അതും ബ്ലാക്ക് ബോക്സ് കിട്ടിയിട്ട് പോലും എന്താണ് ഇതിൻ്റെ തകരാറിന് കാരണമെന്ന് പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ഇവിടെ പൈലറ്റിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് പിന്നോട്ട് ചായുന്ന ടൈപ്പ് സീറ്റാണ്. അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വിമാനം പറന്നു വരുന്നതിനിടെ പൈലറ്റിൻ്റെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നി മാറി. ഈ സമയം അദ്ദേഹത്തിൻ്റെ കൈകൾ അബദ്ധവശാൽ എൻജിൻ പവർ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടിയെന്ന് പറയുന്നു. തുടർന്ന് ഉയരാനാകാതെ വിമാനം തകർന്ന് വീഴുകയായിരുന്നു. അബദ്ധവശാൽ അതിൻ്റെ എൻജിൻ പവർ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ത്രോട്ടിൽ ലിവർ തട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായത് എന്നാണ് പറയുന്നത്. തുടർന്ന് ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുന്നു. നിയന്ത്രണം ഏറ്റെടുക്കാൻ പൈലറ്റ് ശ്രമിച്ചെങ്കിലും പൈലറ്റ് ചാരിയിരിക്കുന്ന നിലയിലായതിനാൽ തന്നെ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിലൊരു അന്തിമ റിപ്പോർട്ട് തയ്യാറാകുമ്പോൾ സമഗ്രമായിട്ടുള്ള ചിത്രം തെളിയുന്നതാണ്. അതായത് കോക്പിറ്റ് ഡാറ്റയിൽ രേഖപ്പെടുത്തിയത് വിമാനം പറന്നുയർന്ന് 12 സെക്കൻഡ് ആയപ്പോൾ സീറ്റ് പിന്നോട്ട് നീങ്ങി. വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് 15-ാം സെക്കൻഡിൽ സഹ പൈലറ്റ് തിരിച്ചറിയുന്നു. ഉയർന്നു പൊങ്ങാനാകാതെ വിമാനം 26-ാം സെക്കൻഡിൽ 214 അടിക്ക് മുകളിൽ. ബോയിങ് ഡ്രീം ലൈനർ വിമാനത്തിലെ റിവേഴ്സ് മോഷൻ പ്രൊട്ടക്ഷൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതായത് വിമാനം പറന്നുയർന്ന 12-ാമത്തെ സെക്കൻഡിൽ തന്നെ ഇത് സംഗതി കൈവിട്ടു പോയി. സീറ്റ് പിന്നോട്ട് മാറി. എൻജിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ടിൽ ലിവറിൽ തട്ടി. അങ്ങനെ വിമാന നിയന്ത്രണം പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് പോയി. സഹ പൈലറ്റ് ഇത് ഉയർത്താനായിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതായത് പൈലറ്റ് ചാരിയിരിക്കുന്ന നിലയിലായതിനാൽ ഇത് ഉയർത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അബദ്ധവശാൽ ഇത്രയും ആളുകൾ പോകുന്ന ഒരു വിമാനം, അതും അതിലെ പൈലറ്റിൻ്റെയും സഹ പൈലറ്റിൻ്റെയും കയ്യിലാണ്. നമുക്കറിയാം ഈ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ മുഴുവൻ ജീവനും
12 സെക്കൻഡിൽ തന്നെ ഇത് തകരാറിലായി വിമാനം ഉയർത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല 600-800 അടിക്ക് ഇടയിൽ വെച്ചാണ് വിമാനം തകർന്നു വീഴുന്നത്. അപ്പോൾ അബദ്ധവശാലാണ് പൈലറ്റിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരം ഒരു സംഭവം നടന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ പ്രാഥമികമായിട്ട് വന്നിരിക്കുന്ന ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില ഡാറ്റകൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ വിമാന ദുരന്തം നടന്ന സമയത്ത് ഒരു വ്യോമയാന വിദഗ്ധൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ പൈലറ്റ് അദ്ദേഹം ഈ ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ്, അതും ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന ഒരു വിമാനത്തെ സംബന്ധിച്ചായതുകൊണ്ട് തന്നെ വിമാനത്തിൻ്റെ എല്ലാ സുരക്ഷാ കാര്യങ്ങളും പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ കൃത്യമായി നിരീക്ഷിക്കും. അത് മാത്രമല്ല വിദഗ്ധർ ഉൾപ്പെടെ അത് പരിശോധിക്കും. കാരണം ഫുൾ ടാങ്ക് ഇന്ധനവുമായിട്ടാണ് ഈ വിമാനം ഇത്രയും ദൂരം പറന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധനകളെല്ലാം തന്നെ നടത്തിയതിന് ശേഷം മാത്രമേ വിമാനം പറത്താനായിട്ട് അനുവാദം നൽകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലെ എല്ലാ പരിശോധനകൾക്കും ശേഷമാണ് വിമാനം ഉയർത്താനുള്ള അനുവാദവും നൽകിയത്. അനുവാദം നൽകി 12 സെക്കൻഡ് ആകുമ്പോൾ തന്നെ വിമാനത്തിന് ഇത്ര വലിയ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൈലറ്റിൻ്റെ സീറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത്രയും പേരുടെയും മരണത്തിനിടയാക്കിയതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ പോലും സത്യാവസ്ഥ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എങ്കിൽ പോലും ചാരിയിരിക്കുന്നതിൻ്റെ മെക്കാനിസം പ്രശ്നമായതുകൊണ്ട് അത് ചാരിയിരുന്നപ്പോൾ സീറ്റ് തെന്നിമാറി പിന്നീട് ഈ വിമാനം ഉയർന്നു പോകുന്ന സമയം അദ്ദേഹത്തിൻ്റെ കൈകൾ അബദ്ധവശാൽ ആ എഞ്ചിൻ പവർ ഔട്ട്പുട്ടുമായിട്ട് ബന്ധപ്പെട്ട ത്രോട്ട് ലിവറിൽ തട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കാര്യം അറിയില്ല. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു വ്യോമയാന വിദഗ്ധൻ പറഞ്ഞ ആ വളരെ പ്രധാനപ്പെട്ട കാര്യം യാഥാർത്ഥ്യമാവുകയാണ്. ഈ 2 പൈലറ്റുമാരുടെയും ജീവിത സാഹചര്യങ്ങൾ പോലും പരിശോധിക്കുകയുണ്ടായി. ഇതിൻ്റെ മെയിൻ പൈലറ്റ് ആകട്ടെ 8200 മണിക്കൂർ ഈ വിമാനം പറത്തിയതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ആ വിമാനത്തിൽ അദ്ദേഹം ഇരിക്കുന്ന സീറ്റിൻ്റെ ആയാലും അതുപോലെ തന്നെ ആ വിമാനത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ് ഇതിൻ്റെ മെയിൻ പൈലറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞാൽ, കാരണം ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുൻപ് യാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷാ പരിശോധനകൾ ഒക്കെ നടത്തുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഒരു വിമാനത്തെ സംബന്ധിച്ച് ഉണ്ടാകുമെന്നതാണ് പറയുന്നത്. അത്തരം കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൈലറ്റിൻ്റെ സീറ്റിൻ്റെ ഈ ഒരു പ്രശ്നം അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ മറയ്ക്കാനായിട്ട് ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ടെന്നും പറയും. ഈ മരണപ്പെട്ടവർ ആർക്ക് വേണ്ടി അവർ ബലിയാടായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇതുവരെയായിട്ടും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ഈ ഒരു അപകടത്തിൻ്റെ യാഥാർത്ഥ്യം.